ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു മാത്രൂട്ട്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4-ഇയർ ഡിഗ്രി BSc മാത്സിന്റെ 4th സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള ബേസിക് ലീനിയർ ആൾജിബ്രയിലെ എക്സസൈസ് പ്രോബ്ലംസ് ആണ്. എക്സസൈസ് 17. Assume that the matrix A is row equivalent to B. നമുക്കിവിടെ രണ്ട് മെട്രിക്സ് എയും ബിയും തന്നിട്ടുണ്ട്. ഇത് രണ്ടും റോ ഈക്വലന്റ് ആണെന്ന് അസ്യൂം ചെയ്യുക. എന്ന് പറഞ്ഞാൽ മീനിങ് എനെ നമ്മൾ റോ റിഡക്ഷൻ നടത്തിയാൽ നമുക്ക് എന്ത് കിട്ടും? ബി എന്നുള്ള മെട്രിക്സ് കിട്ടും. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? വിത്തൗട്ട് കാൽക്കുലേഷൻസ് ലിസ്റ്റ് റാങ്ക് ഓഫ് എ ആൻഡ് ഡയമെൻഷൻ ഓഫ് നൾ സ്പേസ് ഓഫ് എ. നമ്മൾ കാൽക്കുലേഷൻസ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ എയുടെ റാങ്ക് ഫൈൻഡ് ചെയ്യുക, അതേപോലെ എയുടെ നൾ സ്പേസിന്റെ ഡയമെൻഷൻ ഫൈൻഡ് ചെയ്യുക. Then find the basis for column space of A, row space of A and null space of A. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്യാം? എയുടെ കോളം സ്പേസിന്റെ ബേസിസും എയുടെ റോ സ്പേസിന്റെ ബേസിസും എയുടെ നൾ സ്പേസിന്റെ ബേസിസും ഫൈൻഡ് ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എനെ റെഡ്യൂസ് ചെയ്ത സമയത്താണ് നമുക്ക് ബി എന്നുള്ള മെട്രിക്സ് കിട്ടിയത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? എയുടെ റാങ്ക് ഫൈൻഡ് ചെയ്യാം. എയുടെ റാങ്ക് ഫൈൻഡ് നമ്മൾ എന്ത് ചെയ്യാം? ബിയുടെ റാങ്ക് ഫൈൻഡ് ചെയ്താൽ മതി. ഇനി ബിയുടെ റാങ്ക് ഫൈൻഡ് ചെയ്യാൻ നമ്മൾ ബിന്റെ പിവോട്ട് കോളംസിന്റെ എണ്ണം നോക്കിയാൽ മതി. നമുക്ക് ഇതിലെ ഫസ്റ്റ് റോയിലുള്ള ഏറ്റവും ലെഫ്റ്റിലുള്ള സീറോ അല്ലാത്ത എലമെന്റ് എടുക്കുക. അതിന് താഴേക്കുള്ള രണ്ട് എലമെന്റ്സും സീറോ ആണ്. അപ്പൊ ഈ 1 എന്നുള്ളത് എന്താണ്? ഒരു പിവോട്ട് എലമെന്റ് ആണ്. ഈ 1 ഫസ്റ്റ് കോളത്തിനാണ് ഉള്ളത്. അപ്പൊ ഈ ഫസ്റ്റ് കോളം എന്താണ്? ഒരു പിവോട്ട് കോളമാണ്. ഇനി അതേപോലെ നമ്മൾ സെക്കൻഡ് റോ എടുക്കുക. സെക്കൻഡ് റോയിലുള്ള ലെഫ്റ്റിലുള്ള സീറോ അല്ലാത്ത എലമെന്റ് എടുക്കുക. ഈ നമ്പറിന് താഴെയുള്ള എലമെന്റ്സ് എല്ലാം സീറോ ആണ്. ഇനി നോക്കൂ, ഈ -2 എന്നുള്ള എലമെന്റ് ഒരു പിവോട്ട് എലമെന്റ് ആണ്. ഇതിലുള്ള കോളം സെക്കൻഡ് കോളമാണ്. സെക്കൻഡ് കോളം ഒരു പിവോട്ട് കോളാണ്. ഇനി തേർഡ് റോയില് സീറോ അല്ലാത്ത എലമെന്റ്സ് ഇല്ല, എല്ലാം സീറോ ആണ്. അപ്പൊ ഇനി ഒരു പിവോട്ട് എലമെന്റ് ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ രണ്ട് പിവോട്ട് കോളംസ് കിട്ടി, ഫസ്റ്റും 2. അപ്പൊ 2 എന്നുള്ളതാണ് നമ്മുടെ കൗണ്ട്. ഓക്കെ, അപ്പൊ രണ്ട് പിവോട്ട് കോളംസ് ആയതുകൊണ്ട് ബിയുടെ റാങ്ക് 2 ആയിരിക്കും. ബിയുടെ റാങ്ക് 2 ആണെങ്കിൽ എയുടെ റാങ്ക് എന്തായിരിക്കും? 2 ആയിരിക്കും. കാരണം എയും ബിയും ഈക്വലന്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എയുടെ റാങ്ക് 2 ആണെന്ന് സിമ്പിൾ ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും. സോ റാങ്ക് ഓഫ് എ ഈക്വൽ ടു 2. സോ എയുടെ റാങ്ക് കിട്ടിയാൽ നമുക്ക് എന്തറിയാം? റാങ്ക് തിയറം അറിയാം. റാങ്ക് തിയറത്തിന്റെ പ്രത്യേകത എന്താണ്? റാങ്ക് ഓഫ് എയും ഡയമെൻഷൻ ഓഫ് നൾ സ്പേസ് ഓഫ് എയും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടണം? എയുടെ കോളംസിന്റെ എണ്ണം n കിട്ടണം. അപ്പൊ നോക്കൂ, റാങ്ക് ഓഫ് എ നമുക്ക് 2 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഡയമെൻഷൻ ഓഫ് നൾ സ്പേസ് ഓഫ് എ നമുക്ക് എത്രയാണെന്ന് അറിയില്ല. ഓക്കെ, കോളംസിന്റെ എണ്ണം നമുക്ക് മെട്രിക്സ് നോക്കി അറിയാൻ പറ്റും. ഇവിടെ 4 കോളംസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ n ന് 4 എന്ന് കൊടുക്കാം. അപ്പൊ നോക്കൂ, ഡയമെൻഷൻ ഓഫ് നൾ സ്പേസ് ഓഫ് എ എന്തായിരിക്കും? സിമ്പിൾ ആയിട്ട് ഈ 2 നമ്മൾ റൈറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ -2 ആകും. 4 - 2 എന്ന് പറയുമ്പോൾ 2. അപ്പൊ നോക്കൂ, നൾ സ്പേസ് ഓഫ് എയുടെ ഡയമെൻഷൻ എന്താണെന്ന് കിട്ടി? 2 ആണെന്ന് കിട്ടി. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? ഡയമെൻഷൻ ഓഫ് നൾ സ്പേസ് ഓഫ് എ ഈക്വൽ ടു 2. നമുക്ക് ബിയുടെ ഫസ്റ്റ് രണ്ട് കോളംസ് ആണല്ലോ പിവോട്ട് കോളംസ് എന്ന് പറയുമ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എയുടെ രണ്ട് ഫസ്റ്റ് കോളംസ് ആയിരിക്കും എന്ത്? പിവോട്ട് കോളംസ്. സോ നമുക്ക് എന്ത് പറയാം? നമ്മൾ ഈ കോളം സ്പേസിന്റെ ബേസിസിൽ ആരാ ഉണ്ടായിരിക്കുക? എയുടെ ഫസ്റ്റ് രണ്ട് കോളംസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ നമുക്ക് എന്ത് പറയാം? കോളം സ്പേസ് ഓഫ് എയുടെ ബേസിസ് ആരായിരിക്കും? എയുടെ ഫസ്റ്റ് കോളം, അതുപോലെ എയുടെ സെക്കൻഡ് കോളം. നെക്സ്റ്റ്, എ എന്നുള്ള മെട്രിക്സിന്റെ റോ സ്പേസിന്റെ ബേസിസ് ഫൈൻഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യാം? എനെ റെഡ്യൂസ് ചെയ്ത് കിട്ടിയ ബി എന്നുള്ള മെട്രിക്സ് എടുക്കുക. ഇതിലെ സീറോ അല്ലാത്ത റോസ് എടുക്കുക, നോൺ സീറോ റോസ് എന്ന് പറയുമ്പോൾ ഇത് കംപ്ലീറ്റ് സീറോ ആയിട്ടുള്ള റോ ആണ്. ഇത് എടുക്കരുത്. ഇതല്ലാത്ത ബാക്കി രണ്ട് റോസ് എടുക്കുക. ഇതായിരിക്കും എന്തിലുണ്ടായിരിക്കുക? എയുടെ റോ സ്പേസിന്റെ ബേസിസിൽ ഉണ്ടായിരിക്കുക. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം? ബേസിസ് ഫോർ റോ സ്പേസ് ഓഫ് എ എന്തായിരിക്കും? നമ്മുടെ ബി എന്നുള്ള മെട്രിക്സിന്റെ ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും. നെക്സ്റ്റ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് നൾ സ്പേസ് ഓഫ് എയുടെ ബേസിസ് ആണ്. ഫോർ ദി നൾ സ്പേസ് യൂസ് ദ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം ഓഫ് എ ടു സോൾവ് എ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് എ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 എന്നുള്ള സിസ്റ്റം ഓഫ് ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ്. അതായത് എ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് എന്നുള്ള കോളം മെട്രിക്സ് ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അത് സോൾവ് ചെയ്യാൻ നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്താൽ മതി? എയുടെ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം ഫൈൻഡ് ചെയ്താൽ മതി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എയുടെ എക്കലോൺ ഫോം ആണ് ബി. ഇനി ബിനെ വീണ്ടും റെഡ്യൂസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഈ കിട്ടിയ ബിനെ വീണ്ടും റെഡ്യൂസ് ചെയ്യാം. നോക്കൂ, ഇവിടെ ഫസ്റ്റ് റോയിലുള്ള ഫസ്റ്റ് എലമെന്റ് 1 ആക്കുക, അതിന് താഴേക്കുള്ളത് 0 ആക്കാം. ഇത് 1 ആണ്, അതിന്റെ താഴേക്കുള്ളത് 0 ആണ്. ഇനി സെക്കൻഡ് റോയിലുള്ള സെക്കൻഡ് എലമെന്റ് ഇവിടെ 1 ആക്കണം. ഓക്കെ, അതിന് മേലേക്കും താഴേക്കുള്ള എലമെന്റ്സ് 0 ആക്കുക. ഇവിടെ താഴെ മേലെയും 0 ആണ്. അപ്പൊ ഇതിനെ നിങ്ങൾ 1 ആക്കുക.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഈ എനെ റെഡ്യൂസ് ചെയ്തിട്ട് ബി കിട്ടി, ബിനെ വീണ്ടും റെഡ്യൂസ് ചെയ്ത് ഇവിടെ -2 ആയിരുന്നു നമുക്ക് കാണാം. ഓക്കെ, അതിനെ നിങ്ങൾ എന്താക്കുക, 1 ആക്കി. ഇനി നമുക്ക് തേർഡ് റോയില് തേർഡ് എലമെന്റ് 0 അല്ലാത്ത എലമെന്റ് ആയിരുന്നെങ്കിൽ ഇത് 1 ആക്കണം. ഇവിടെ കംപ്ലീറ്റ് 0 ആയതുകൊണ്ട് നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ നമ്മളെ വേരിയബിളിന്റെ ഫോമിലേക്ക് മാറ്റുക. നോക്കൂ, ഈ മെട്രിക്സിനെ നമ്മൾ ഇക്വേഷൻസ് ആക്കി മാറ്റാൻ സിമ്പിൾ ആണ്. ഇവിടെ എത്ര കോളംസ് ഉണ്ട് നോക്കുക. ഇവിടെ 4 കോളംസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, 4 വേരിയബിൾ എടുക്കുക, x1 x2 x3 x4. അതുകൊണ്ട് ഓരോ റോനെയും മൾട്ടിപ്ലൈ ചെയ്യുക. എന്ന് പറയുമ്പോൾ 1 into x1 പ്ലസ് 0 into x2 എന്ന് പറയുമ്പോൾ അത് എഴുതേണ്ട ആവശ്യമില്ല, -1 into x3, അതാണ് -x3. ഓക്കെ, പ്ലസ് 5 into x4 ഈക്വൽ ടു നമ്മുടെ സിസ്റ്റം ഓഫ് ഇക്വേഷന്റെ റൈറ്റ് സൈഡ് 0 ആണ്, അപ്പോൾ 0 എന്ന് എഴുതാം. നെക്സ്റ്റ് റോ 0x1 നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല, പ്ലസ് 1 into x2, അതാണ് x2. ഓക്കെ, പ്ലസ് -5/2 into x3, അതാണ് -5/2 x3, പ്ലസ് 3 into x4 ഈക്വൽ ടു റൈറ്റ് സൈഡിലെ 0. ഇത് 0x1 പ്ലസ് 0x2 പ്ലസ് 0x3 പ്ലസ് 0x4 എന്ന് പറയുമ്പോൾ എല്ലാം 0 ആയിപ്പോയി. 0 ഈക്വൽ ടു 0, അപ്പൊ 0 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ എഴുതുക. ഇനി നോക്കൂ, ഇതിൽ x3യും x4ഉം ഇവിടെ ഉണ്ട്, അതേപോലെ ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, x1നും x2നും ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. നമുക്ക് x1 ഈക്വൽ ടു എന്തായിരിക്കും, ഈ -x3 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും, അത് +x3 ആവും. അതേപോലെ ഈ +5x4 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ -5x4 ആവും. അപ്പൊ x1ന്റെ ഇക്വേഷൻ കിട്ടി, x3 - 5x4, അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. ഓക്കെ, അതേപോലെ ഈ x2നെ ഇവിടെ കീപ്പ് ചെയ്യുക. ഈ -5/2 x3 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ +5/2 x3 ആകും. അതേപോലെ ഈ 3x4 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ -3x4 ആകും. അപ്പൊ x2ന്റെ ഇക്വേഷൻ കിട്ടി 5/2 x3 - 3x4. ഓക്കെ, ഇവിടെ നോക്കൂ, ഇവിടെ x1ഉം x2ഉം x3ന്റെയും x4ന്റെയും ടേംസിലാണുള്ളത്. എന്ന് പറയുമ്പോൾ ഈ x1ന് ഇക്വേഷൻ എന്ത് ടേംസിലുള്ളത്, x3ന്റെ x4ന്റെ ടേംസിലുള്ളത്. അതുപോലെ x2 ഈക്വൽ ടു എന്ന് പറയുന്നത് എന്തിന്റെ ടേംസിലുള്ളത്, x3ന്റെ x4ന്റെ ടേംസിലുള്ളത്. അപ്പോ ഈ x1ഉം x2നും നമുക്ക് ആരുടെ ടേംസിൽ എഴുതാം, x3ന്റെയും x4ന്റെയും ടേംസിൽ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ x3ക്കും x4ഉം നമ്മൾ എന്ത് വാല്യൂ കൊടുക്കുന്നോ അതിനനുസരിച്ചായിരിക്കും x1ന്റെയും x2ന്റെയും വാല്യൂ കിട്ടുക. അപ്പൊ x3ക്കും x4ഉം നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് ഇവിടെ കൊടുക്കാം. അങ്ങനത്തെ വേരിയബിൾ നമ്മൾ ഫ്രീ വേരിയബിൾ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ x3 x4 എന്താണ്, ഫ്രീ എന്ന് പറഞ്ഞാൽ മീനിങ് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് അതിനെ പുട്ട് ചെയ്യാം. സോ നമ്മുടെ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, x എന്നുള്ള കോളം മെട്രിക്സ് ആണ്. അതിലെ നമുക്കറിയാം ഇവിടെ 4 കോളംസ് ആയതുകൊണ്ട് 4 വേരിയബിൾസ് ഉണ്ടായിരിക്കും, x1 x2 x3 x4. അപ്പൊ സൊല്യൂഷൻ എന്താണ്, x1 x2 x3 x4 ഈക്വൽ ടു, നമുക്ക് x1ന്റെ ഇക്വേഷൻ നമ്മൾ ഇവിടെ എഴുതാം, x3 - 5x4. x2ന്റെ ഇക്വേഷൻ നമ്മൾ ഇവിടെ എഴുതാം, 5x2 5/2 x3 - 3x4. ഇനി x3യും x4ഉം ഫ്രീ വേരിയബിൾ ആണെങ്കിൽ നമ്മൾ ആ x3നെ x4 അങ്ങനെ തന്നെ എഴുതാം. ഇനി നോക്കൂ, ഇതിലിപ്പോ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇതിൽ കംപ്ലീറ്റ് x3ന്റെയും x4ന്റെയും ടേംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, എന്ന് പറയുമ്പോൾ ഫ്രീ വേരിയബിൾസിന്റെ ടേംസ് മാത്രമേ ഇതിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ 2 വേരിയബിൾ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ കോളം മെട്രിക്സിനെ നമുക്ക് 2 കോളം മെട്രിക്സിന്റെ സം ആക്കി എഴുതാം. അതെങ്ങനെ നമ്മൾ എഴുതാം, x3ന്റെ അടുത്തുള്ള നമ്പർ ഇവിടെ 1, അത് ഇവിടെ എഴുതി. ഓക്കെ, ഇവിടെ x3ന്റെ അടുത്തുള്ള നമ്പർ 5/2 ഇവിടെ എഴുതി. ഇവിടെ x3ന്റെ അടുത്തുള്ള നമ്പർ 1, അത് ഇവിടെ എഴുതി. ഇവിടെ x3ന്റെ ടേം ഇല്ല, അപ്പൊ ഇവിടെ 0 എഴുതി. എന്നിട്ട് x3നെ പുറത്ത് വെച്ചു. ഇതേപോലെ ഇവിടെ x4 ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, x4നെ പുറത്ത് വെച്ചിട്ട് x4ന്റെ അടുത്തുള്ള നമ്പർ -5 എഴുതി. ഇവിടെ -3 ഉണ്ട്, -3 എഴുതി. ഇവിടെ x4ന് ടേം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ 0 എഴുതി. ഇവിടെ x4ന് ടേമിന്റെ അടുത്ത് ഇവിടെ 1 ആണുള്ളത്, അപ്പോൾ 1 എഴുതി. അപ്പൊ നോക്കൂ, നമുക്ക് ഈ കോളം മെട്രിക്സിനെ x3 into ഈ കോളം മെട്രിക്സ് പ്ലസ് x4 into ഈ കോളം മെട്രിക്സ് എന്നുള്ള രൂപത്തിൽ എഴുതാം. ഓക്കെ, എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന് വേണമെങ്കിൽ ഒരു u എന്നും ഇതിനെ വേണമെങ്കിൽ ഒരു v എന്നും നമുക്ക് എന്ത് ചെയ്യാം, പേര് കൊടുക്കാം. അപ്പൊ നോക്കൂ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഈ x1 x2 x3 x4 ആരൊക്കെയാണ്, uവും v ആണ്. ഓക്കെ, ഇവിടെ x3ക്കും x4 നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം, ഈ u v എന്നുള്ള ഈ 2 കോളം മെട്രിക്സുകളായിരിക്കും എന്ത്, നൾ സ്പേസ് ഓഫ് എയുടെ ബേസിസ് ആയിട്ട് വരുന്ന മെട്രിക്സുകൾ അല്ലെങ്കിൽ വെക്ടേഴ്സ്.